സജീവൻ ഇവിടെ പറഞ്ഞു. ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് 2 ട്രെയിൻ ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ട്രെയിനാണ് സഖാക്കൾ ഡൽഹിക്ക് പോകുന്നതിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. ട്രെയിൻ റദ്ദാക്കി, നമ്മുടെ മാത്രമല്ല. അങ്ങനെ സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത് മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് സമരത്തെ അമർത്തുന്നതിന് വേണ്ടിയുള്ള, സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് നടക്കുന്നത്. ഇത് തന്നെയാണ് CJP സമരത്തോട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചത് നയം. അവരുടെ സമരപ്പന്തൽ പൊളിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. സമരപ്പന്തൽ പൊളിച്ചു കളഞ്ഞു. കുട്ടികളിരുന്ന സമരപ്പന്തല് അവർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ. എന്തിനാ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ ഓർഡർ ചെയ്യുന്നത്? അവിടെ നെറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തു. കേരള ഹൗസിലേക്ക് എത്തിച്ചേരാൻ തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു 6-7 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. അത്രമാത്രം നമ്മള് ആ കുട്ടികളുടെ സമരം കണ്ടപ്പോഴാണ് എത്രമാത്രം രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് വിഷയങ്ങളിൽ പുതിയ തലമുറ ഇടപെടുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പല പരിപാടികളിലും നോക്കിക്കഴിഞ്ഞാൽ യുവതലമുറ ഇല്ല, ആരും തന്നെ ഇല്ല. യുവതലമുറകളുടെ ഒരു അസാന്നിധ്യം നമുക്ക് വലിയ പ്രകടമായിട്ട് കാണാൻ പറ്റും. യുവതലമുറ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടികളിൽ കാര്യമായി യുവജനങ്ങളുടെ സാന്നിധ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടേക്ക് ഒഴുകിയെത്തിയത് ഡൽഹി സമരത്തിന്റെ ഭാഗമായി അവിടേക്ക് ഒഴുകിയെത്തിയത് അത്രയും യുവജനങ്ങളായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് പിള്ളേരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വന്നത്? കാരണം അവിടെയുള്ള മെട്രോ സ്റ്റേഷൻസ് എല്ലാം അടച്ചിരിക്കുകയാണ്. ഈ സമരം നടക്കുന്ന ജന്തർ മന്ദിറിന് ചുറ്റുമുള്ള 7 മെട്രോ സ്റ്റേഷൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നു, നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് വന്നത്? അവർ ഞങ്ങൾ നടന്നാ വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കിലോമീറ്റർ നടന്നു? 14 കിലോമീറ്റർ നടന്നവരുണ്ട്, 18 കിലോമീറ്റർ നടന്നവരുണ്ട്, 20 കിലോമീറ്റർ നടന്നു വന്നവരുണ്ട്. വെള്ളവും അത്യാവശ്യം മണ്ണും ഒക്കെ കൈവച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇതും കഴിച്ചിട്ടാണ് ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടി. ആ സമരത്തിലേക്ക് കുട്ടികൾ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടതാണ്. എത്ര ദിവസം സമരം നിന്ന് നമ്മുടെ കുട്ടികളെ തട്ടിച്ചതച്ചു. ഒരു കാലത്തും ഒരു നാളിതുവരെയുമുള്ള ഒരു സമരങ്ങളും നമ്മൾ ജലപീരങ്കിയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ കാലാകാലങ്ങളായി നടത്തുന്ന പ്രയോഗങ്ങളുടെ ഭാഗമാണ്. പക്ഷെ ഇത് ജലപീരങ്കിയൊന്നുമല്ല. ചെറിയ പല്ലറ്റിട്ടിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ മുറിവേൽക്കുന്ന തരം പല്ലറ്റുകൾ. അത് ഒരു സമരത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ ഫോഴ്സിന് അനുവാദമില്ല എന്നിരിക്കെ അത്തരം സമരമാർഗങ്ങൾ, സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അത്തരം മാർഗങ്ങളിലേക്ക് കൂടി ഇവർ പോയി എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. അതിപ്പോ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് അതിന് അനുവാദം കൊടുത്തത് എന്നതടക്കം. ഒരുതരം ഭീകരാന്തരീക്ഷമായിരുന്നു ഡൽഹിയിൽ. നമുക്ക് ചെന്നിറങ്ങിക്കഴിഞ്ഞാല് ഇവിടെ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന തോന്നത്തക്ക വിധത്തിലുള്ള വലിയ അരക്ഷിതാവസ്ഥ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി. കുട്ടികളെ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അതിൽ പോലീസുകാരൊന്നും അല്ല മർദ്ദിച്ചത്. പോലീസിന്റെ വേഷമിട്ട പോലീസാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഗുണ്ടകൾ കുട്ടികളുടെ സമരത്തിനിടയിലേക്ക് പോലീസ് എന്ന വ്യാജേന നുഴഞ്ഞു കയറി അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന അല്പ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുക. കാരണം ഓരോ ആളുകളുടെയും ഫോട്ടോയും പേരും ഒക്കെ പുതിയ കാലഘട്ടമാണ്, പഴയതുപോലെയൊന്നുമല്ല. പുതിയ കാലഘട്ടത്തിൽ നമുക്കിത് ഒക്കെ കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതാരാണ് ഇവിടുത്തെ ഏത് ഫോഴ്സിന്റെ പോലീസാണ് എന്ന് ചോദിച്ച് കൊടുക്കുമ്പോഴാണ് പ്രധാന പ്രവർത്തകരായി, BJPയുടെ പ്രധാന പ്രവർത്തകരായി, RSSന്റെ പ്രധാന പ്രവർത്തകരായി നിന്ന ആളുകളൊക്കെയും ഈ സമരത്തിന്റെ ഭാഗമായി നുഴഞ്ഞു കയറുക. അങ്ങനെ നുഴഞ്ഞു കയറി ആളുകളെ കണ്ടുപിടിച്ചിടത്തൊക്കെ കുട്ടികൾ കുഞ്ഞി ഓടിക്കുന്നതിനും ഞങ്ങൾ സാക്ഷികളായി. ഒരു 2 ദിവസം ആ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്നപ്പോഴാണ് നമ്മുടെ യുവജനത എത്രമാത്രം കരുത്തോടു കൂടിയാണ്, എത്ര ആർജവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഇടിച്ചു പൊളിച്ച് പുതിയവ സൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ ചരിത്രത്തെ നമുക്ക് തമസ്കരിക്കാൻ പറ്റും? ചരിത്രത്തെ തമസ്കരിക്കാൻ പറ്റില്ല. ചരിത്രം പുതുതായിട്ട് എഴുതി ചേർക്കാൻ കഴിയില്ല. നിങ്ങളെ എത്ര എഴുതി ചേർത്താലും ഗോഡ്സയെ വാഴ്ത്താൻ ആർക്കെങ്കിലും കഴിയുന്നു? മഹാത്മാഗാന്ധി എന്തിനാണ് കൊല്ലപ്പെട്ടത്? ഇപ്പൊ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്നല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്.
പുതിയ പാഠപുസ്തകത്തിൽ മഹാത്മാഗാന്ധി മരിച്ചു എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എടപ്പാറ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് കെ ഹബീബാണ്. സഖാവ് കെ ഹബീബിനെ ഈ യോഗത്തിലേക്ക് Inquilab Zindabad!